അപ്പോസ്തലനായ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും പാർട്ട് 2. 23-ാം ചോദ്യം. തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നത് ആരാണ്? ഉത്തരം: ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ. റോമർ 2:14. 24-ാം ചോദ്യം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നവർ ആര്? ഉത്തരം: ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ. റോമർ 2:15. 25-ാം ചോദ്യം. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നത് എന്താണ്? ഉത്തരം: ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി. റോമർ 2:15. 26-ാം ചോദ്യം. ദൈവം ആര് മുഖാന്തരമാണ് മനുഷ്യരുടെ രഹസ്യങ്ങളെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്നത്? ഉത്തരം: യേശുക്രിസ്തു മുഖാന്തരം. റോമർ 2:16. 27-ാം ചോദ്യം. ദൈവം എന്തു പ്രകാരമാണ് രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്നത്? ഉത്തരം: സുവിശേഷ പ്രകാരം. റോമർ 2:16. 28-ാം ചോദ്യം. ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ സുവിശേഷ പ്രകാരം എന്തു ചെയ്യും? ഉത്തരം: ന്യായം വിധിക്കും. റോമർ 2:16. 29-ാം ചോദ്യം. വിധിയുടെ പ്രമാണം എന്താണ്? ഉത്തരം: സുവിശേഷം. റോമർ 2:16. 30-ാം ചോദ്യം. ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ഭേദാഭേദങ്ങളെ വിവേചിച്ചും കഴിയുന്നത് ആരാണ്? ഉത്തരം: യഹൂദൻ. റോമർ 2:17-18. 31-ാം ചോദ്യം. എന്തിൻ്റെ സ്വരൂപമാണ് യഹൂദന്മാർക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിച്ചത്? ഉത്തരം: ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം. റോമർ 2:19. 32-ാം ചോദ്യം. ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം എവിടെ നിന്ന് ലഭിച്ചു? ഉത്തരം: ന്യായപ്രമാണത്തിൽ നിന്ന്. റോമർ 2:19. 33-ാം ചോദ്യം. കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: യഹൂദനെ കുറിച്ച്. റോമർ 2:20-21. 34-ാം ചോദ്യം. അന്യനെ ഉപദേശിക്കുന്നവനോട് പൗലോസ് വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ എന്തു ചെയ്യുന്നുവോ എന്നാണ് ചോദിച്ചത്. ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? റോമർ 2:22. 35-ാം ചോദ്യം. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന യഹൂദൻ ദൈവത്തെ എന്തു ചെയ്യുന്നു? ഉത്തരം: ന്യായപ്രമാണ ലംഘനത്താൽ അപമാനിക്കും. റോമർ 2:23. 36-ാം ചോദ്യം. യഹൂദൻ ന്യായപ്രമാണം ലംഘിച്ചാൽ പരിച്ഛേദന എന്തായിത്തീരും? ഉത്തരം: അഗ്രചർമ്മം. റോമർ 2:25. 37-ാം ചോദ്യം. പരിച്ഛേദന പ്രയോജനമുള്ളതാകുന്നത് എപ്പോൾ? ഉത്തരം: ന്യായപ്രമാണം ആചരിച്ചാൽ. റോമർ 2:25. 38-ാം ചോദ്യം. അഗ്രചർമ്മി എന്തു ചെയ്താൽ ആണ് അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുന്നത്? ഉത്തരം: ന്യായപ്രമാണത്തിലെ നിയമങ്ങൾ. റോമർ 2:26. 39-ാം ചോദ്യം. അഗ്രചർമ്മി ന്യായപ്രമാണത്തിലെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം എന്തായി എണ്ണും? ഉത്തരം: പരിച്ഛേദനയായി. റോമർ 2:26. 40-ാം ചോദ്യം. പുറമേ യഹൂദനായവൻ ആരല്ല? ഉത്തരം: യഹൂദനല്ല. റോമർ 2:28. 41-ാം ചോദ്യം. പുറമേ ജഡത്തിലുള്ളത് എന്തല്ല? ഉത്തരം: പരിച്ഛേദനയല്ല. റോമർ 2:28. 42-ാം ചോദ്യം. പരിച്ഛേദന എങ്ങനെയല്ല? ഉത്തരം: അക്ഷരത്തിലല്ല. റോമർ 2:29. 43-ാം ചോദ്യം. പരിച്ഛേദന എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം: ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. റോമർ 2:29. 44-ാം ചോദ്യം. ദൈവത്താൽ പുകഴ്ച ലഭിക്കുന്നത് ആർക്ക്? ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന ഉള്ളവർക്ക്. റോമർ 2:29.